നമ്മളിപ്പോ എങ്ങോട്ടാ ശരിക്കും പോകുന്നത്? അപ്പൊ നിങ്ങള് ഈ തിരക്ക് പിടിച്ച മൺട്രോത്തുരുത്ത് അല്ലെങ്കിൽ നമ്മുടെ സാമ്പ്രാണിക്കൊടി അല്ലേ കണ്ടിട്ടുള്ളത്? ഇതുപോലെ വിജനമായ സ്ഥലങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ once again it's me Adarsh Biji and welcome to 90s Kid Official. Good morning guys. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ നമ്മൾ മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നേക്കാണ്. ഫുട്പാത്തിലൂടെ നമ്മൾ നേരെ ഇറങ്ങി സ്ട്രെയിറ്റ് പോയി പാലം ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം. അപ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം. അപ്പം മൺട്രോത്തുരുത്ത് ഏരിയ ആകുമ്പോഴത്തേക്ക് അടിപൊളി കാഴ്ചകളൊക്കെ ആയിരിക്കും വരാൻ പോണത് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും നമുക്ക് നല്ല കാഴ്ചകളായിരിക്കും ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ഇതേ മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ വെച്ചിട്ടല്ലേ നമ്മുടെ പൊന്മാൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത്? അത് ഈ പാലത്തിന് അങ്ങ് അറ്റത്ത് അവിടെയാണ് മറ്റേ അവർ മീറ്റ് ചെയ്യുന്ന സീൻ അല്ലേ? മൺട്രോത്തുരുത്തിൽ നമ്മൾ ശരിക്കും എന്തിനാ വന്നേ? മൺട്രോത്തുരുത്തിലാണ് എന്റെ വല്യപ്പച്ചിയുടെ വീട്. വല്യപ്പച്ചിയുടെ വീട്ടിൽ എന്തോ പരിപാടി? വല്യപ്പച്ചിയുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് അപ്പച്ചിയെ കാണാൻ വരിക. ഇത് ശരിക്കും കല്ലട കായലാണോ? കല്ലടയാറിന്റെ കൈവരികളൊക്കെ. അപ്പോൾ നമ്മളത് ഇവിടെ നിന്ന് വിഷ്വലൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം അങ്ങ് ദൂരെ നിന്ന് വന്ദേ ഭാരത് വരുന്നുണ്ട്. നല്ലൊരു കിഡിലൻ വിഷ്വലാണ്. ആ ഒരു ഗ്രീനറിയുടെ ഇടയിൽ കൂടെ ഒരു ഓറഞ്ച് കയറി വരുന്നത് കാണാൻ എന്ത് രസമെന്ന് നോക്കി. ഇവിടെ സ്റ്റോപ്പ് ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടുണ്ട്. മൺട്രോത്തുരുത്ത് സ്റ്റോപ്പ് കാണാൻ വഴിയില്ല. കലക്കം വിഷ്വലാട്ടെ എൻ്റെ മോനെ. കിഡിലൻ വിഷ്വൽ മൺട്രോയിൽ കൂടെ. കാലക്കി. ഈ മൺട്രോ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ഇത് എന്തുവാണ് കുറയ്ക്കുന്നത്? ഇത് കയർ സംഘമാണ്. മെഷീനൊക്കെ നമുക്ക് കാണിച്ചു തരാം, കേറാം. ഓക്കെ. പിന്നെ ഇത് കണ്ടോ, ഇത് മൊത്തം ഇവിടെ അത് പഴയ വീടുകളൊക്കെ ആയിരിക്കും. വീടുകളോ? പക്ഷെ ഇപ്പൊ ആൾതാമസം ഇല്ലാതെ ഇതിപ്പോ വേലിയേറ്റം കേറി കാട്ടിൽ കേറി വന്നതാണ്. പണ്ട് ആള് താമസിച്ചിരുന്ന വെള്ളത്തിലായിരിക്കും യാത്ര ചെയ്തിട്ട്. ഓ, അതായത് നമ്മുടെ അവിടെയൊക്കെ ഒരു വീട്ടിലൊരു കാറെന്ന് പറയുന്ന കണക്ക് ഇവിടെ ഒരു വീട്ടിലൊരു വള്ളം അല്ലേ? പക്ഷെ സംഭവം അടിപൊളിയാണ്. പക്ഷേ ജീവിതം ഇച്ചിരി പാടായിരിക്കും കേട്ടോ. ഈ ഒരു തുരുത്തിനകത്ത് വീടൊക്കെ വെച്ച് താമസിച്ചിരുന്നതൊക്കെ ഭയങ്കര ഇച്ചിരി പാടാ. ഇവിടെ അടുത്ത് ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടോ? ആണോ? ഓക്കെ. അപ്പൊ ഇനി ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ട് അപ്പച്ചിയുടെ വീട്ടിലോട്ട്? എവിടെ ആണോ? എന്റെ മൂത്ത അപ്പച്ചി എന്നാ മതിയല്ലേ? ഇത് ചകിരി പിച്ചുന്ന മെഷീൻ. ചകിരി പിച്ചുന്ന മെഷീൻ. ഇത് തമിഴ്നാട് ചേരി. പൊടി നല്ല അലർജി അടിക്കുമല്ലേ? പണ്ടൊക്കെ ഇവിടെ തൊണ്ട് തല്ലുമായിരുന്നു. നമ്മളിവിടെ കൊട്ടുകൂടി തൊണ്ടടിച്ച് എടുക്കുമായിരുന്നു. കറണ്ടിനകത്താ കയറിയിരിക്കുന്നത്. ആ കറങ്ങുന്ന കണ്ടില്ലേ? ആ, ഓ, ഇതിനകത്ത് ഓഫായി. അപ്പൊ ഈ ഒരു വയർ വലിക്കുമ്പോ അവിടെ ഒരു മെഷീൻ ഓണാവും. അപ്പൊ ഇതിനകത്ത് എന്തോ സംഭവിക്കുന്നത്? ഓണാകുമ്പോ കയർ പിരിഞ്ഞോണ്ടിരിക്കും. ഈ കറക്കിക്കൊണ്ടിരുന്നത് ഇപ്പൊ മെഷീൻ ചെയ്യുന്നു. ഓക്കെ, പിരിഞ്ഞോണ്ട്. അപ്പൊ നമ്മൾ ഇത് പുറകോട്ട് വലിക്കണേ ഓഫായി. കയർ വണ്ടി പോയി. അപ്പൊ അവിടെ ഒരാളുടെ ജോലി സാധ്യത കുറഞ്ഞു. രണ്ടുപേരായിട്ട്. ഓക്കെ. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോ ഒരു കയർ ഇതായിട്ട് വരും. കയറായിട്ട് വന്ന് കിടക്കുന്നു. നമ്മുടെ പൊച്ചൻ കയറായി. പൊച്ചനായിട്ട് ഈ കെട്ട് വരുന്ന ശൈലി ഉണ്ടല്ലോ, ഈ വലിയ കെട്ടിലെ ശൈലി വെള്ളത്തിൽ ഇവിടെ വെള്ളത്തിൽ. ഓക്കെ. ആ ചകിരി നമ്മളെടുത്ത് വെള്ളത്തിൽ കുതിർത്തിട്ട് ഈ മെഷീനകത്ത് സുരേഷ് വന്നിടും. ഈ മെഷീനകത്തിട്ടിട്ട് ഇതിങ്ങനെ
വലിയ കട്ടയായിട്ടിരിക്കുമായിരിക്കുമല്ലോ കുട്ടി വെക്കുമ്പോ. അത് ഉടച്ച് കട്ടയൊക്കെ ഉടച്ച് നല്ല ലെയർ ആയിട്ട് ഇവിടെ വന്ന് വീഴും. ഇങ്ങനെ അടിച്ചടിച്ച് ഈ മെഷീനകത്ത് ഈ ബ്ലേഡ് വെച്ച് അടിച്ചടിച്ച് ഇത്രയും ദൂരത്ത് വന്ന് ലെയർ ആയിട്ട് വീഴുക. കട്ടയൊക്കെ മാറി ചകിരി ഇടുന്ന മെഷീനാണ്. അപ്പം അമ്മമ്മ അവിടെ നിന്ന് ചകിരി എറുത് ചകിരി പിന്നി അതിനകത്ത് കട്ടി കുറഞ്ഞോണ്ടിരിക്കും അല്ലേ? കട്ടി കുറഞ്ഞു മോനെ വാരിയിടും. ഒരു ദിവസത്തേക്ക് അല്ലേ? ഇതെല്ലാം നാളെ ഒരു ദിവസത്തേക്ക് എടുത്തിട്ടാക്കുന്നതാണ്. ഇന്ന് അവധി ആയത് കാരണം വേണ്ട. അതെന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടി കുറഞ്ഞ് അവർക്ക് കയറ് പിരിക്കാൻ വേണ്ടി എളുപ്പത്തിന് അല്ലേ? ആ, ഇതാകുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കയറ് പിരിക്കാൻ എളുപ്പമായിരിക്കും. ആ ആ വണ്ടിക്കകത്ത് കയറ്റും. ആ ഓക്കെ. ആ അത് ഒരു സെറ്റ് ആവുമ്പോ ഓക്കെ. ഓക്കെ 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 ചകിരി ഓക്കെ. ഇവിടെ ഇങ്ങനെ തൊടുക്കുമ്പോ ഓരോ ലെയർ പിരിഞ്ഞ് അപ്പൊ ഇത് എങ്ങനെ ഈ ജോയിന്റ് ചെയ്ത് പോണത്? ജോയിൻ ചെയ്തോ കയ്യിലിങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. ഓ ഓ ഓ ഓ ഇതിങ്ങനെ പിടിക്കും. ഓണാക്കിയ അവിടെ കയറായി. ഇത് രണ്ടുപേരും ഇങ്ങനെ അങ്ങ് എടുത്ത് പോകും. മനസ്സിലായി. ഇടയ്ക്ക് പൊട്ടി പോയി ഇങ്ങനെ. ഓക്കെ. പച്ച പിടിച്ച് വലിച്ചേ. അയ്യോ പൊട്ടിയന്റെ ഇങ്ങനെ പോകും. ഇതിപ്പോ അപ്പ ഒരെണ്ണം പിടിച്ചില്ലേ? അപ്പൊ അപ്പയുടെ കൂടെ നിൽക്കുന്ന ആള് ഇതിനകത്ത് ഇങ്ങനെ പിരിച്ചു വരും. രണ്ടുപേരും ഒരേപോലെ പിരിച്ചു വരും. യോജിപ്പിച്ച് വെക്കും. യോജിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇല്ല വണ്ടിയിൽ അതാണ് കൊടുത്തു. ഏത് വണ്ടി? ആ ചക്രത്തേല് അതിനെടുത്ത് വെച്ചിട്ട് നമ്മളങ്ങ് ചുറ്റിയെടുക്കും. കയറാക്കി ചിക്കത്തില് 200 വള്ളി വേണം. 200 വള്ളി. ഈ ഒരു നീളത്തിന് 200 വള്ളി ആകുമ്പോ രണ്ട് പിരിയായിട്ടല്ലേ കിടക്കണേ? ഏത്? രണ്ട് മാലി ഒന്നാക്കിയല്ലേ? അതിനകത്ത് ഒരു മാലയാണ് ഇത്, അടുത്ത മാലയാണ് ഇത്. അത് രണ്ടോട് ചേർക്കുമ്പോഴാണ് അവിടെ കൊണ്ടുപോയി ചേർത്തിട്ട് അച്ച് വെച്ച് ഇങ്ങനെ പിടിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഈ സാധനം വരുന്നത്. ഇങ്ങനെയാണ് കയറിന്റെ ഉൽപാദനം കേരളത്തിൽ നടക്കുന്നത് അല്ലേ? ആ ഓക്കേ. രണ്ടും കൂടെ ചേർത്തിട്ടേ ഇതിനകത്ത് തൊടുത്തി വെക്കും. അതിങ്ങനെ തൊടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കറക്കും. കൂലി തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഗവൺമെന്റ് ആണോ നടത്തുന്നത്? ഗവൺമെന്റിന്റെ പരിപാടി അല്ലേ? ഓ, ദിവസ കൂലിയാണോ അതോ മാസം? ദിവസമാണെങ്കിൽ ദിവസം തരത്തില്ല, മാസമൊക്കെ ആവും. മാർച്ച് മാസം തൊട്ട് ഇങ്ങോട്ട് നമുക്ക് സർക്കാരിന്റെ 350 രൂപയായി 110 രൂപ സർക്കാരാണ് തരുന്നത്. 350 രൂപയിൽ 110 രൂപ സർക്കാർ തരും. ബാക്കിയോ? ബാക്കി ഇവിടെ സംഘം തരും. സംഘം. അങ്ങനെ വരുന്ന ഈ മാർച്ച് തൊട്ട് ഇങ്ങോട്ട് വന്ന പൈസ ഇപ്പം വരെ ഈ 110 നമുക്ക് തന്നിട്ടില്ല. ആണോ? മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ 5 മാസം സർക്കാരിന്റെ പൈസ പെൻഡിങ് ആണ്. 5 മാസം സർക്കാരിന്റെ പൈസ പെൻഡിങ് വന്നിട്ടില്ല. എന്ന് തരുന്നത് നമുക്ക് അറിയത്തില്ല. തരുമ്പോ മാസത്തെ കണക്ക് കൊടുത്ത് ഇങ്ങനെ ഇട്ടേക്കുക. കണക്ക് കൊടുത്തിട്ടേക്കും. പക്ഷെ പൈസ വരുമ്പോ ഒരുമിച്ച് കിട്ടും. ബോണസ് ഒക്കെ ഉണ്ടോ ഓണത്തിന്? ബോണസ് 100 രൂപയ്ക്ക് 15 രൂപയുണ്ട്. 100 രൂപയ്ക്ക് 15 രൂപ ബോണസ്. ആ ഓക്കെ. അതൊക്കെ നമുക്ക് ഓണത്തിന്റെ ജോലി നിർത്തുന്നതിന്റെ അന്ന് തരും. കിട്ടും. ഇവിടെ പിന്നെ വെള്ളം, ഇതിനകത്ത് മൊത്തം വെള്ളം കയറും. നമ്മുടെ വീടിനകത്തും വെള്ളമാണ്. വെള്ളം കയറും അല്ലേ? ഓ, ഇവിടെ തൊട്ട് മുമ്പ് ഫ്രണ്ട് വേലിയേറ്റം വരുന്നത് കായലിലെ വെള്ളം കയറിയ ഇത്
കയറി നിരന്ന് ഇനി പോരും അവിടെ അങ്ങ് പെരക്കകത്ത് അകത്ത് അടിയിൽ നൂറ്റിവിടെ മേപ്പോട്ട് കയറും. ഓ ഹോ ഹോ. അടി ഊറ്റി കയറി മുങ്ങും. അപ്പം ഇവിടുത്തെ പരിപാടി ഇതെല്ലാം മാറ്റി ചകിരിയൊക്കെ അന്നേരം നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. പറ്റത്തില്ല. അപ്പോൾ അത് എത്ര നാളായിരിക്കും വേലിയേറ്റ് വെള്ളം കയറി കിടക്കുന്നത്? ഇതില് വലിയ വേറ്റം വന്ന സമയത്തേ കയറുള്ളൂ. ഈ വർഷം 1 മാസത്തെ മുടക്കം വന്നു. 1 മാസത്തെ? 1 മാസത്തെ. ഓഹോ. കഴിഞ്ഞ വല്ല 6 മാസം നമ്മൾ മുടങ്ങി കിടന്നു. അങ്ങനെയായിരുന്നു കിടക്കും. അപ്പൊ ഈ ഒരു ഏരിയ മൊത്തം മൺട്രോ മൊത്തം മൺട്രോത്തുരുത്ത് മൊത്തവും വലിയേറ്റം. അങ്ങ് അപ്പുറോട്ടായാലും വലിയേറ്റം കയറും. ചകിരിയുടെ പരിപാടിയല്ലേ ഫുള്ള്? ചവരി എല്ലായിടും ഇല്ല, സംഘത്തിനേ ഉള്ളു. സംഘത്തിന് പണ്ടൊക്കെ വീടുകളിലുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു. കല്ലടയിലും ഉണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു അല്ലേ? അത് ചെയ്തിട്ട് എങ്ങനെ സംഘത്തിൽ കൊണ്ട് കൊടുക്കും? പിന്നെ ആൾക്കാർ എന്നെ ഇവിടെ ഉള്ളവർ എന്നെ മേടിച്ചെന്നെ പോകും. അങ്ങനെയല്ല, നമുക്ക് ചകിരി എടുക്കുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികളായിട്ടാണ്. ഇതിപ്പോ ഗവൺമെന്റിന്റെ കൊണ്ടുതരുന്ന ചവരി. ഓക്കെ. ഇന്നലെ വരണിക്കാവുകാരും ഇവിടെ കൊണ്ട് ഇറക്കിയ ചവരിയാണ്. 42 44 വെട്ടുണ്ട്. ഇത് ഓക്കെ. അപ്പൊ അങ്ങനെ ചകിരി ഇറക്കുന്നു, നമ്മൾ ചെയ്തു കൊടുക്കുന്നു, ദിവസക്കൂലി പ്രൈവറ്റ് ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് എടുത്തോണ്ട് പോകും. ചകിരി കൊണ്ടുവരും, നമ്മൾ കയറാക്കി അവർക്ക് തിരിച്ചു കൊടുക്കും. കിട്ടും. പൈസ ഇത് ഇത് 1 മാസം വെയിറ്റ് ചെയ്യണം. ഇത് സെക്രട്ടറി കൊണ്ടുപോകണ്ട, ഇവിടുന്ന് വണ്ടിയെ കയറ്റി അങ്ങ് വിടും. ഓക്കെ. മൺട്രോത്തുരുത്തിലെ ഒരു കയർ വ്യവസായമാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ആവശ്യക്കാർക്ക് ആവശ്യം പറയുമ്പോൾ അത് അതേപോലെയൊക്കെ കൊടുക്കും. കണക്ക് നോക്കിയിട്ട് എഴുതി കൊടുക്കും. ഇങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ. അതെ, ഞാൻ ആദ്യമായിട്ടാണ്, നമ്മൾ വീഡിയോയിലല്ലേ കണ്ടിട്ടുള്ളത്. ഇപ്പൊ എത്ര പേരുണ്ട് ഇവിടെ ജോലിക്ക്? 4 പേര്. കഴിഞ്ഞ വല്ല ഓണത്തിന് മുമ്പ് 8 പേരുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ വന്നത് 4 ഇപ്പോഴും ഓണം കഴിഞ്ഞൊക്കെ ആളുകളില്ല, കൊണ്ട് ഇങ്ങനെയൊക്കെ കിടക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു യാത്ര ഇവിടെ തീരുകയാണ്. നമ്മൾ മൺട്രോത്തുരുത്തിൽ അപ്പയുടെ വീട്ടൊക്കെ പോയി സംഘമൊക്കെ കണ്ട് ഈ ചുറ്റുപാട് ഈ മൺട്രോയിൽ അധികം ആരും കാണാത്ത സ്ഥലങ്ങളൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു. നമ്മൾ ഡീപ്പ് അധികം ബോട്ടിംഗ് ഒന്നും എടുത്തില്ല, എങ്കിലും നമ്മൾ ചുമ്മാ ഒന്ന് നിങ്ങളെല്ലാവരെയും കാണിച്ചെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി ഒരു വരവ് കൂടി ഇങ്ങോട്ട് വരേണ്ടി വരും, ഒരു കൊച്ചു ബോട്ടിങ്ങിനും ഒരു ഹയാക്കിങ്ങിനും എല്ലാത്തിനുമായിട്ട്. ഇന്ന് നമുക്ക് പക്ഷേ അതിൻ്റെ ടൈം ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മളത് ചെയ്യാത്തത്. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാഞ്ഞത്. ഇനി ഒരു വീഡിയോയിലൂടെ ഈ മൺട്രോത്തുരുത്ത് ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.